Welcome back to the ICT Learning Series, episode number 6. കഴിഞ്ഞ എപ്പിസോഡിൽ ലിക്വിഡിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള പെൻഡിങ് ഓർഡേഴ്സ്, അത് പല ഫോമിലുണ്ടാവും, പല രീതിയിലുണ്ടാവും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി മുതലുള്ള കുറച്ച് എപ്പിസോഡുകളിലേക്ക് ആ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ഏതൊക്കെയാണെന്നും അതിൻ്റെ പല പല ഫോംസ് ഏതൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിക്വിഡിറ്റി ടൈപ്പ് സ്വിംഗ് ഹൈ സ്വിംഗ് ലോസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള പെൻഡിങ് ഓർഡേഴ്സ് ആയിരിക്കാം. പെൻഡിങ് ഓർഡേഴ്സ് മീൻസ് ലിമിറ്റ് ഓർഡേഴ്സ്. ആ ലിമിറ്റ് ഓർഡറുകൾ പല ടൈപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ട്രേഡർ വെച്ചേക്കുന്ന ഒരു ബൈ ഓർ സെൽ ലിമിറ്റ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡർ വെച്ചേക്കുന്ന അയാളുടെ സെൽ സ്റ്റോപ്പോ അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പോ, അതായത് അയാളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ആയിരിക്കാം. അപ്പോൾ ലിക്വിഡിറ്റി സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസിൽ വരുമ്പോൾ സ്വിംഗ് ഹൈയുടെ മുകളിൽ ഷോർട്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസുകളും സ്വിംഗ് ലോയുടെ താഴെ ബൈയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസുകളും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതും ആസ് എ ട്രേഡർ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എങ്ങനെ എടുക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ബെയറിഷ് മാർക്കറ്റിന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതിനെ പറയാം. നമുക്ക് ബേസിക് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഐഡിയ തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്നത് ഒരു ബെയറിഷ് മാർക്കറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു പോകുന്ന മാർക്കറ്റ് ആണ് ബെയറിഷ് മാർക്കറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു പോകുന്ന മാർക്കറ്റിന്റെ ഓരോ ലോവർ ഹൈയുടെയും ഓരോ ലോവർ ലോയുടെയും താഴെയും സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഈ സ്വിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്തപ്പോൾ ഇതിന്റെ ഇന്റേണൽ റേഞ്ചിലുള്ള, അതായത് ഈ ഒരു സ്വിംഗിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സ്വിംഗിന്റെ കേസ് എടുക്കുമ്പോൾ ഈ ഒരു സ്വിംഗിൽ മാർക്കറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോവർ ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ലോവർ ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഡൗൺ ആയേക്കുന്നത്. എന്തുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ലിക്വിഡിറ്റീസ്, അതായത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ലിക്വിഡിറ്റിയുടെ ലോജിക്ക് വെച്ചുകൊണ്ട് സ്വിംഗ് ഹൈയുടെ പൊക്കത്ത് മാർക്കറ്റിന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു മൊമെന്റ് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ആന്റിസിപ്പേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് എലോണായിട്ട് നോക്കിയാലും നമുക്ക് മാർക്കറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്യുറസി കൂടണമെന്നുണ്ടെങ്കിൽ വേറെ ട്രേഡിംഗ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആ ട്രേഡിംഗ് ടൂൾ എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്വിംഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല, ഈ ഒരു സ്വിംഗിന്റെ ഹൈയും മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വിംഗ് ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് താഴേക്ക് പോയത്. പക്ഷേ ഈ ഒരു സ്വിംഗിലും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നാൽ ഇവിടെയോ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഈ ഒരു സ്വിംഗിൽ എടുത്തിട്ടില്ല. പൊക്കത്തേക്ക് വന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ ഈ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോയേക്കുന്നത്. ഈ ഒരു സെയിം സിനാരിയോ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിലും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ലൈവ് മാർക്കറ്റ് എക്സാമ്പിൾ നോക്കാം. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ് ഇവിടെ ലോവർ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത് ആക്ച്വലി ഈ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലൈവ് മാർക്കറ്റ് എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ പൊക്കത്തേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇതിന്റെ ഉള്ളിലെ ഈ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതായത് ഇവിടെയുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് അപ്പ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നതിന് പകരം ഈ മാർക്കറ്റ് എന്താ എടുത്തിരിക്കുന്നത്? ഈ ഒരു സ്വിംഗ് ലോ അഥവാ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതായത് ഈ സ്വിംഗ് ലോ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ ഒരു സ്വിംഗ് ലോയുടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഒരു ട്രൈ നടത്തി, പക്ഷേ അത് ഫെയിലായി. എടുത്തതിന് ശേഷം അപ്പായി അത് വീണ്ടും ഡൗണിലേക്ക് വന്നു. കാരണം അവിടെ വാലിഡേറ്റ് ആയത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതായത് ഇവിടെ സ്വിംഗ് ലോ ആണ് വാലിഡേറ്റ് ആയത്. ഈ സിനാരിയോ മാർക്കറ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ബുള്ളിഷ് എക്സാമ്പിളാണ് നോക്കിയത്. ഇത് ബെയറിഷ് എക്സാമ്പിളിൽ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ICT ലേണിംഗ് സീരീസിന്റെ അടുത്ത എപ്പിസോഡായിട്ട് കറൻസി പിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.